ലെറ്റ്സ് മേക്ക് എൻ്റെ സ്റ്റൈൽ ബീഫ് റോസ്റ്റ്. ആദ്യം കുക്കർ വെച്ചിട്ട് വെളിച്ചെണ്ണ അങ്ങോട്ട് ഇടുക. നെക്സ്റ്റ് സ്റ്റെപ്പ് കടുവറ ഇച്ചിരി കടുകും ഇച്ചിരി വറ്റൽമുളകും ഇച്ചിരി കറിവേപ്പിലും കൂടി ഇട്ട് നല്ലതായിട്ട് വഴറ്റുക. അടുത്തായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ തേങ്ങക്കൊത്താണ്. തേങ്ങക്കൊത്ത് ഒരു സെപ്പറേറ്റ് ഫ്ലേവർ അല്ലേ. ഇതെല്ലാം കൂടെ ഒന്ന് വഴണ്ട് വരുമ്പോൾ നെക്സ്റ്റ് നമ്മൾ കുഞ്ഞുള്ളിയും നമ്മൾ സവാള ആഡ് ചെയ്യാൻ പോകണം. സവാള എത്രത്തോളം വഴണ്ടുവോ അത്രയും ടേസ്റ്റ് കൂടും നമ്മുടെ ബീഫ് റോസ്റ്റ്. സവാള ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേന് നമ്മൾ ചതച്ച് വെച്ച് ജിഞ്ചർ ഗാർലിക് ആഡ് ചെയ്യാൻ പോകണം. അത് ആഡ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മണം വരും. ഇതെല്ലാം കൂടെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേനും വി ഗോണ ആഡ് ആ മസാലാസ്. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി മുളക് പൊടി ഇച്ചിരി മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്താൽ പൊളപ്പൻ. ഇതെല്ലാം കൂടെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേന് ബീഫ് നല്ലതായിട്ട് മഞ്ഞളിൽ കഴുകി വെച്ചിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ അത് ആഡ് ചെയ്യാൻ പോവാണ്. ബീഫ് ആഡ് ചെയ്തതുകൊണ്ട് നല്ലതായിട്ട് വീണ്ടും വഴറ്റുക. ആ ബീഫിൽ എല്ലാ മസാലയും പിടിക്കും. നല്ലതായിട്ടൊന്ന് വഴറ്റിയ ശേഷം ചെറുതായിട്ട് നിറച്ച് വെക്കുക. ഇച്ചിരി വെള്ളം അതിനകത്തുനിന്ന് ഇറങ്ങാനാണ്. വീണ്ടും നല്ലതായിട്ട് ഇളക്കിയിട്ട് ഇനി നമ്മൾ കുക്കർ അടച്ചു വെക്കുകയാണ്. ഞാൻ ഇച്ചിരി വെള്ളം ആഡ് ചെയ്യും. കുക്കർ നല്ലതായിട്ട് അടച്ചു വെച്ചിട്ട് ലെറ്റ്സ് വെയിറ്റ് ഫോർ 20 മിനിറ്റ്സ് കഴിഞ്ഞു. ഇനി ഞാൻ ഓപ്പൺ ചെയ്യുന്നത് ഒരു കറി ടെക്സ്ചർ ആയിട്ടും ഒരു പാനിൽ ഇച്ചിരി ബീഫ് എടുത്ത് വെക്കും. പാനിലോട്ട് മാറ്റിയ ശേഷം ഇച്ചിരി കുരുമുളകും ഇച്ചിരി കറിവേപ്പിലും വെക്കുന്നത് നല്ലതായിട്ട് അങ്ങോട്ട് വഴറ്റി റോസ്റ്റ് പോലത്തെ രീതിയിലാക്കി എടുക്കാം. ഇന്നത്തെ ടെസ്റ്റ് ഞാൻ തന്നെയായിരുന്നു. ചൂട് കാരണം പറയാൻ പോലും വരുന്നത്. ബട്ട് അടിപൊളി. ഡു ട്രൈ ഇറ്റ് ഔട്ട് ഗൈസ്.